ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഇന്നലെ ഒരു ഷോർട്ട് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ അതിരപ്പള്ളിക്ക് പോവാന്ന്. അപ്പോൾ ഞങ്ങൾ അതിരപ്പള്ളിക്ക് പോകുമ്പോൾ എടുത്ത വീഡിയോ ആണ് കേട്ടോ. ഞങ്ങൾ കണ്ട ചെറിയ ചെറിയ കാഴ്ചകൾ ഞാൻ കാണിച്ചിട്ടാം. മഴ കാരണം കറക്റ്റായിട്ട് എടുക്കാനൊന്നും പറ്റിയില്ല. എന്നാലും നിങ്ങൾ ഒന്ന് കണ്ടു നോക്കി നോക്കൂ. ഞാൻ പറ്റണ പോലെ വീഡിയോ എടുത്തിട്ടുണ്ട്. എത്ര മനോഹരമായ കാടാണല്ലേ. ഇത്രയും തണുപ്പും മഴയും അതിൻ്റെ ഇടയിൽ കണ്ടു ഐസ്ക്രീം വണ്ടി നിൽക്കുന്നു. ഞങ്ങളൊന്നും വാങ്ങിച്ചില്ല കേട്ടോ, കാരണം പുറത്തേക്ക് ഇറങ്ങാനേ പറ്റുന്നുണ്ടായിരുന്നില്ല. ഇടയിൽ കുറച്ച് നേരം മഴ പെയ്യും, പിന്നെ അത് കഴിഞ്ഞാൽ കുറച്ച് നേരം വലിയ കുഴപ്പമില്ലാത്ത ക്ലൈമറ്റ് ആയിരിക്കും. അങ്ങനെ പോയത്. പിന്നെ ഞങ്ങൾ പോകുമ്പോൾ ഒരുപാട് വീടുകളിൽ റംബുട്ടാൻ വളർത്തിയേക്കണു. റംബുട്ടാൻ വെച്ച് പിടിപ്പിച്ചിട്ട് ഞങ്ങൾ മേടിച്ചു കേട്ടോ. ഒരു സ്ഥലത്തുനിന്ന് 250 രൂപയ്ക്ക് മേടിച്ചു കിലോ. പിന്നെ ഒരു സ്ഥലത്തുനിന്ന് ഞങ്ങൾക്ക് 150 രൂപയ്ക്ക് കിട്ടി. നല്ല മധുരമുള്ള അടിപൊളി റംബുട്ടാൻ. ആ ഭാഗത്ത് ഇപ്പോൾ മിക്ക വീടുകളിലും അതാണ് ബിസിനസ്. സീസണുമാണ്. അല്ല, റംബുട്ടാനിന് പ്രത്യേകിച്ച് സീസണില്ല തോന്നുന്നു. ഏത് കാലത്തും ഉണ്ടാവണ ഒരു ഫ്രൂട്ടാണെന്ന് തോന്നുന്നുണ്ട്. ഒരുപാട് വീടുകളൊക്കെ ഉണ്ട് കേട്ടോ ഇടയിൽ. വീടുകളില്ലാത്ത ഏരിയകളൊന്നുമല്ല. പിന്നെ ഞങ്ങൾ സിൽവർ സ്റ്റോം കണ്ടു കേട്ടോ. വാട്ടർ തീം പാർക്കാണ്. പിന്നെ ഇതിന് മുന്നേ ഒരു ഡ്രീം വേൾഡ് ഉണ്ടായിരുന്നു, അത് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഇത് നിറയെ എണ്ണപ്പനകളാണ് കേട്ടോ. ഏക്കറ കണക്കിനുണ്ട്, ഒരുപാടുണ്ട്. നല്ല ഭംഗിയാണ് കാണാൻ. ഇവിടെ ഇതിൻ്റെ ചില ഏരിയകളിലും നമുക്ക് ഇറങ്ങാനൊക്കെ ഉള്ള സൗകര്യമുണ്ട്. ഇറങ്ങിയിട്ട് നമുക്ക് പുഴയിലേക്ക് പോവാം. പിന്നെ ഇതാ കോട ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട്. ദൂരെ കാണാനുണ്ടോ നിങ്ങൾക്ക്? പിന്നെ ഞങ്ങൾ ഭക്ഷണം കഴിക്കാനായിട്ട് ഒരു ഹോട്ടലിൽ നിർത്തിയിട്ടോ. ബിരിയാണിയാണ് ഓർഡർ ചെയ്തത്. വേറെ ഒന്നും ഇല്ല അവിടെ, കഴിഞ്ഞേക്കണു. കാരണം അത്രയും തിരക്കാണ്. ബിരിയാണിയിൽ നെയ്യൊന്നും അരുത്തിക്കൂടെ പോയിട്ടില്ല കേട്ടോ. എന്നാലും കുഴപ്പമില്ല, ആർക്കും വയറിനൊന്നും ഒരു കംപ്ലൈൻ്റ് ഒന്നും വന്നില്ല. അത് കഴിഞ്ഞ് ഞങ്ങളിതാ ടിക്കറ്റ് കൗണ്ടറിൻ്റെ അടുത്ത് എത്തിയിട്ടോ. ടിക്കറ്റ് എടുക്കാനായിട്ട് പോവാണ്. ടിക്കറ്റ് എടുത്താലാണ് അവിടെ എൻട്രി കിട്ടുള്ളൂ. നല്ല തിരക്കാണ്. വണ്ടികൾ പാർക്ക് ചെയ്യാനടക്കം സ്ഥലമില്ല. നമുക്ക് ടിക്കറ്റ് കിട്ടിയിട്ടോ. ടിക്കറ്റ് കിട്ടിയിട്ടുണ്ട്. അതിരപ്പള്ളിയിലേക്ക് കിടക്കാൻ ഉള്ളതല്ല, ആ ഒരു ഏരിയയിലേക്ക് അവിടെ ഒരു ബോർഡർ ഉണ്ട്. ബോർഡർ കിടക്കാനുള്ള ടിക്കറ്റ് കിട്ടിയിട്ടുണ്ട്. വണ്ടികളൊന്നും ഇടാനായിട്ട് എവിടെയും സ്ഥലമില്ല കേട്ടോ. നല്ല തിരക്കാണ്. ചേട്ടൻ ഞങ്ങളിവിടെ ഇറക്കിയിട്ട് കാറ് പാർക്ക് ചെയ്യാനായിട്ട് പോയി. കാരണം എവിടെയും വണ്ടി നിർത്താനായിട്ട് സ്ഥലമില്ല. അപ്പം ഞങ്ങളങ്ങനെ വ്യൂ പോയിൻറ്റിൻ്റെ അവിടെ എത്തിയിട്ടോ. അവിടെ നിന്നിട്ട് ഞങ്ങൾ കണ്ടു വെള്ളച്ചാട്ടം. കുറച്ച് നേരം അങ്ങനെ കണ്ടു. ദൂരെ നിന്ന് കാണാമല്ലോ നമുക്ക്. നല്ലൊരു വ്യൂ പോയിൻ്റാണ്. നിറയെ കുരങ്ങന്മാരാണ് കേട്ടോ. നിറയെ ഉണ്ട്. നമ്മുടെ എന്താ പറയുക, കയ്യിലുള്ള ബാഗും പിന്നെ എന്തെങ്കിലും കഴിക്കാനൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ തട്ടിപ്പറിച്ച് മേടിക്കും. ഞങ്ങളുടെ കയ്യിൽ നിന്ന് ബാഗ് തട്ടിപ്പറിക്കാനായിട്ട് വന്നു. പിന്നെ എന്തോ ഭാഗ്യം, രക്ഷപ്പെട്ടു. ബാഗ് ഞങ്ങൾ ഒളിപ്പിച്ചു വെച്ചു. ഇത് കണ്ടോ, എന്താ ഭംഗി കാണാനായിട്ട്. ഇതാണ് അതിരപ്പള്ളി വാട്ടർഫോൾസ്. ഇത് ദൂരെ നിന്നുള്ള വ്യൂ ആണ്. പാവം കുരങ്ങച്ചൻ നോക്കണ കണ്ടു. നമ്മളെ ഉപദ്രവിക്കൊന്നുമില്ല കേട്ടോ പാവങ്ങൾ. കണ്ടോ, എത്ര മനോഹരമായ ഒരു കാഴ്ചയാണത്.
ഞങ്ങൾക്ക് ഒരുപാട് ഇഷ്ടമായിട്ടോ. കാരണം ദേവു ആദ്യമായിട്ടാണ് അതിരപ്പള്ളിക്ക് പോണത്. ഞങ്ങൾ ഇതുവരെ പോയിട്ടില്ല, അവൾ ജനിച്ചതിന് ശേഷം പോയിട്ടില്ല. പിന്നെ ഞങ്ങളിത് അതിരപ്പള്ളിയുടെ ഫ്രണ്ടിലെത്തിയപ്പോൾ അവിടെ ഇറങ്ങാൻ പറ്റിയില്ല കേട്ടോ. അവിടെ ഉള്ളിലേക്ക് പോയിട്ട് കാണാൻ പറ്റിയില്ല. നല്ല മഴയും പിന്നെ വണ്ടികൾ കണ്ടുവോ നിങ്ങൾ? എവിടെയും പാർക്ക് ചെയ്യാനുള്ളൊരു സ്ഥലം പോലും ഇല്ല, പെരുമഴയും. അപ്പോൾ കുട്ടികളെ വെച്ചിട്ട് ഞങ്ങൾ ഇറങ്ങണ്ട വിചാരിച്ചിട്ട് അത് റിസ്ക്കാന്ന് കണ്ടപ്പോൾ തന്നെ മനസ്സിലായി. അത്രയും തിരക്കായിരുന്നു. ഞങ്ങളവിടെ ഇറങ്ങിയില്ല. അത് കഴിഞ്ഞ് ഞങ്ങൾ വാഴച്ചാൽ ജസ്റ്റ് അവിടെ വരെ ഒന്ന് പോയി വന്നു. അതിരപ്പള്ളി കഴിഞ്ഞിട്ടാണല്ലോ വാഴച്ചാൽ. ഞങ്ങൾ വാഴച്ചാലും ഇറങ്ങിയില്ല കേട്ടോ, കാരണം നല്ല മഴയായിരുന്നു. ഇതിൽ കാണുന്ന പോലെയല്ല, നമുക്ക് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റില്ല. തന്നെയാണെങ്കിൽ വലിയൊരു തന്നെയാണെങ്കിൽ കുഴപ്പമില്ല, പക്ഷേ കുട്ടികളെ വെച്ച് പുറത്തിറങ്ങാനായിട്ട് ഇത് റിസ്ക്കാണ്. കാരണം പനിയും ജലദോഷം ഒക്കെ വരാനായിട്ട് ചാൻസ് ഉണ്ട്. എന്നിട്ട് തന്നെ ഞങ്ങൾ നനഞ്ഞു കേട്ടോ. ഞങ്ങൾ അതിരപ്പള്ളി എത്തിയപ്പോൾ ജസ്റ്റ് എങ്ങനെയെങ്കിലും ഒന്ന് പോയി കാണണമെന്നുണ്ടായിരുന്നു. അപ്പോൾ ഇറങ്ങിയതാണ്, പക്ഷേ ഫുൾ നനഞ്ഞു. അപ്പം ഞങ്ങൾ നേരെ വണ്ടിയിൽ കയറി. അപ്പോൾ അതിരപ്പള്ളിയുടെയും വാഴച്ചാലിൻ്റെയും ഇടയ്ക്ക് റോഡ് സൈഡിലൊരു വാട്ടർഫോൾസ് ഉണ്ടല്ലോ, ചാർപ്പ വാട്ടർഫോൾസ്. അപ്പോൾ അത് കാണാമെന്ന് വിചാരിച്ചു. അതാവുമ്പോൾ പിന്നെ നമുക്ക് റോഡ് സൈഡിൽ വണ്ടി നിർത്തിയിട്ട് അങ്ങനെ കാണാമല്ലോ. മഴയോ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ നമുക്ക് വേഗം വണ്ടിയിൽ കയറുകയും ചെയ്യാം. മറ്റേതൊക്കെ നമ്മൾ വണ്ടി പാർക്ക് ചെയ്തിട്ട് ടിക്കറ്റൊക്കെ എടുത്ത് ഉള്ളിലേക്ക് കടന്നു കഴിഞ്ഞാൽ പിന്നെ മഴ വന്നു കഴിഞ്ഞാൽ ആകെ കുടുങ്ങിപ്പോകുമല്ലോ. കണ്ടോ, ചെറിയൊരു മലയുടെ മുകളിൽ നിന്ന് വെള്ളം ചാടണതാ. എന്ത് ഭംഗിയാലേ! എത്ര കണ്ടാലും മതി വരില്ല കേട്ടോ. ഞങ്ങൾ എത്ര പ്രാവശ്യം അതിരപ്പള്ളിയിലേക്ക് പോയിട്ടുണ്ടെന്നറിയാം, ഒരുപാട് തവണ. ഒരു 10-15 പ്രാവശ്യം ആയിരിക്കില്ല പോയിരിക്കുന്നത്. അത്രയും ഒരുപാട് തവണ പോയിട്ടുണ്ട്. അത്രയും കണ്ടാലും നമുക്ക് മതിയാവില്ല. അങ്ങനത്തെ ഒരു പ്രകൃതി ഭംഗിയാണ്. ചാർപ്പ വാട്ടർഫോൾസിൻ്റെ അവിടെ എത്തിയിട്ടോ. ഞങ്ങൾ വണ്ടി സൈഡാക്കി കാഴ്ചകളൊക്കെ കണ്ടു. വെള്ളച്ചാട്ടമൊക്കെ എന്താ പറയുക, ഞങ്ങളിങ്ങനെ നോക്കി നിന്ന് പോയി. അത്രയും മനോഹരമാണ്, പറയാനായിട്ട് വാക്കുകളില്ല. വെള്ളം അങ്ങനെ കുത്തിയൊഴുകി പോണ കാണാനേ നല്ല ഭംഗിയാണ്. ഞങ്ങൾ പോയ സമയത്ത് വല്ലാതെ മഴയുള്ള ടൈമല്ലല്ലോ. പക്ഷേ ഈ മഴ സ്റ്റാർട്ട് ചെയ്ത സമയത്തൊക്കെ കഴിഞ്ഞ മാസമൊക്കെ പോവുകയാണെങ്കിൽ നല്ല വെള്ളമായിരുന്നു എന്ന് പറയുന്നത് കേട്ടു. കാരണം എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീടുണ്ട് അവിടെ, സീന എന്ന പേര് അവളുടെ. അപ്പോൾ അവൾ പറയാണ്, രാഗിച്ചേച്ചി നല്ല വെള്ളമാണ്, അവർ പോയിരുന്നു എന്നൊക്കെ പറഞ്ഞു. പക്ഷെ ആ സമയത്ത് ഞങ്ങൾ പോയില്ല, കാരണം മഴയത്ത് ഇത്രയും ലോങ് ഡ്രൈവ് പറ്റില്ലല്ലോ, ബുദ്ധിമുട്ടല്ലേ. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ നിങ്ങൾ സബ്സ്ക്രൈബും ലൈക്കും ഷെയറും കമൻറ്റും ചെയ്തോളൂ കേട്ടോ. കാരണം
ലൈക്കും കമൻറ്റും ഷെയറും ഒക്കെ ഉണ്ടെങ്കിലാണ് ഞങ്ങൾക്കൊരു പ്രചോദനമാവുള്ളൂ. അതാണ്. അപ്പം എല്ലാവരും ഒന്ന് ചെയ്യണേ. അപ്പോഴത്തേക്കും പെട്ടെന്ന് മഴ വന്നു കേട്ടോ. അപ്പം ഞങ്ങൾ കാറിൽ കയറാനായിട്ട് പെട്ടെന്ന് ഓടിപ്പോയി. പിന്നെ കുഴപ്പമില്ല, കുറച്ച് മഴച്ചാറിൽ കൊള്ളാമെന്ന് വിചാരിച്ചിട്ട് അവിടെ നിന്നു ഞങ്ങളങ്ങനെ. കാരണം ആ ഒരു മനോഹാരിത നമുക്ക് അവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ കാണാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഞങ്ങൾ കുറച്ചും കൂടി നേരം അവിടെ സ്പെൻഡ് ചെയ്തു കേട്ടോ. ചാർപ്പ വാട്ടർഫോൾസ് ആണ് കേട്ടോ അത്. അപ്പോൾ ഫ്രണ്ട്സ്, നിങ്ങൾ പോകണ്ടെങ്കിൽ പെട്ടെന്ന് പോയിക്കോളൂ കേട്ടോ. ഇപ്പോഴാണ് ഇതൊക്കെ കാണാൻ പറ്റുള്ളൂ, കാരണം വെള്ളമുള്ള സമയമല്ലേ. അപ്പോൾ വീണ്ടും പറയാണ് ഫ്രണ്ട്സ്, സപ്പോർട്ട് ചെയ്യണേ. ഓക്കെ, ബായ്. ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ടാറ്റാ, ബൈ ബൈ.